ഹരിപ്പാട് മണ്ണാറശാല ആയില്യം എഴുന്നള്ളത്ത് ദർശിച്ച് നിർവൃതി അണഞ്ഞ് ഭക്തസഹസ്രങ്ങൾ. മണ്ണാറശാല വലിയമ്മ സാവിത്രി അന്തർജനം നാഗരാജ തിടമ്പുമായി ക്ഷേത്രത്തിൽ നിന്നും ഇല്ലത്തേക്ക് എഴുന്നള്ളിയപ്പോൾ ചെറിയമ്മ സതി അന്തർജനം സർപ്പയക്ഷി തിടമ്പുമായി അകമ്പടി സേവിച്ചു. തുടർന്ന് ഇല്ലത്തെ നിലവറക്ക് മുന്നിലെ തളത്തിൽ ആയില്യം പൂജ നടന്നു. പുലർച്ചെ അഭിഷേകങ്ങൾക്ക് ശേഷം ക്ഷേത്രകാരണവർ MK പരമേശ്വരൻ നമ്പൂതിരിയാണ് ആയില്യം നാളിലെ പൂജകൾക്ക് തുടക്കം കുറിച്ചത്. ഭക്തസഹസ്രങ്ങളുടെ നാവിൽ നിന്നുതിർന്ന നാഗരാജസ്തുതികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ വലിയമ്മ സാവിത്രി അന്തർജനം തീർത്ഥക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിലെത്തി പൂജകൾക്ക് ശേഷം നാഗരാജാവിൻ്റെ നാഗഫണവും തിടമ്പുമായി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. വലിയമ്മ സാവിത്രി അന്തർജനത്തിന് തൊട്ടുപിന്നിലായി ചെറിയമ്മ സതി അന്തർജനം സർപ്പയക്ഷിയമ്മയുമായും കാരണവന്മാർ നാഗചാമുണ്ടിയുടെയും നാഗയക്ഷിയമ്മയുടെയും തിടമ്പുമായും ഇല്ലത്തേക്ക് എഴുന്നള്ളി. വാദ്യമേളവും ആലവട്ടവും വെഞ്ചാമരവും മുത്തുക്കുടയും അകമ്പടി സേവിച്ചു. രാവിലെ 8 മുതൽ ഇല്ലത്ത് നിലവറയ്ക്ക് സമീപം വലിയമ്മ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അനേകായിരം ഭക്തരാണ് മണ്ണാർശാല ആയില്യം തൊഴാൻ എത്തിച്ചേർന്നത്. ഇന്നത്തെ ദിവസം ഇവിടെ ഈ മണ്ണിൽ കാല് വയ്ക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ പുണ്യം. ഇതേപോലെ എനിക്കിനി അടുത്ത വർഷം വരാൻ പറ്റണേന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ നമുക്ക് തന്ന ഒരു വരദാനം പോലെ കോർട്ട് ഓഫ് അബ്ലിവേഷൻസിൻ്റെ ഇതിൽ കൊടുത്തു, ഹൈക്കോടതി അസിസ്റ്റൻ്റായിട്ട് കിട്ടി. അപ്പോൾ അതിൻ്റെ എല്ലാം പുണ്യം ഈ ദൈവം തന്നതെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് സാധിച്ചത് സന്തോഷം. ഞാൻ എല്ലാ കൊല്ലം വരാറുണ്ട്, അമ്മയുടെ അനുഗ്രഹം വാങ്ങാറുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം. വളരെ വളരെ സന്തോഷം. ഉച്ചപൂജയ്ക്ക് ശേഷം കുടുംബകാരണവരുടെ നേതൃത്വത്തിൽ നിലവറയോട് ചേർന്നുള്ള തളത്തിൽ ആയില്യം പൂജയ്ക്കായുള്ള നാഗപത്മക്കളവും ഒരുക്കിയതോടെയാണ് എഴുന്നള്ളത്തിനായി വലിയമ്മ ഒരുങ്ങിയത്. എഴുന്നള്ളത്ത് ഇല്ലത്തെത്തിയ ശേഷം വലിയമ്മയുടെ നേതൃത്വത്തിൽ ആയില്യം പൂജ നടന്നു. നൂറും പാലും ഗുരുതിയും അടക്കമുള്ള പൂജകൾക്ക് ശേഷം വലിയമ്മയുടെ അനുമതി വാങ്ങി കുടുംബകാരണവർ നടത്തുന്ന തട്ടിന്മേൽ നൂറും പാലും പ്രധാനമാണ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.